തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തല്ലു തീരുന്നില്ല. കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക അക്രമം. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ അനുയായികളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിച്ചു. വീടിന്റെ ജനൽച്ചില്ലുകൾ എറിഞ്ഞ് തകർത്തു. മയിലിൽ CPIM പ്രവർത്തകന് കുത്തേറ്റതിന് പിന്നാലെ കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ അടുത്ത സഹായിയായ ടി പുരുഷോത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അർദ്ധരാത്രി 12:30യോടെ എത്തിയ സംഘം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീയിട്ടു. വീടിന്റെ ജനൽ ചില്ലുകളും സംഘം എറിഞ്ഞു തകർത്തു. കാറ് കത്തുന്നുണ്ട്. അപ്പോൾ കാറ് കത്തുന്നുണ്ടോ പെട്ടെന്ന് തന്നെ വെള്ളം അടിച്ചിട്ട് കാറിന്റെ തീക്കെടുത്തി. അത് നമ്മളൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ, കാരണം അതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം അവരവിടെ ഉണ്ട്, ഒരു 3-4 ആള്. അപ്പോൾ അവർ ഓടി ഇങ്ങോട്ട് പോയി. അവർ പിന്നെ വണ്ടി എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയി. ഇന്നലെ വൈകിട്ടാണ് മുല്ലക്കുടി സ്കൂളിലെ LDF ബൂത്ത് ഏജന്റായിരുന്ന പ്രകാശനെ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് മയ്യിലിലെ ഗാന്ധിഭവനും UDF ബൂത്ത് ഏജന്റ് ഭാസ്കരന്റെ വീടിനും നേരെ ആക്രമണമുണ്ടായത്. മാലൂരിൽ BJP ഏജന്റിന്റെ വീടിന് നേരെയും കല്ലേറുണ്ടായി. റിജീഷിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലയുടെ പല ഭാഗങ്ങളിലും നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനാൽ പോലീസ് ജാഗ്രതയിലാണ്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.